4-5 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ അത് വേറെ സ്ഥലങ്ങളിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നു. ഇത് പിടിക്കപ്പെട്ടു. വേറെ മാർഗമൊന്നുമില്ലല്ലോ. കാരണം ഈ കമ്പനിക്ക് ഇപ്പോൾ ലോൺ തിരിച്ചടയ്ക്കാനുള്ള അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റ് തിരിച്ചടയ്ക്കാനുള്ള പൈസയില്ല. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത്. എവിടെ പോയി പൈസയൊക്കെ? വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനിക്ക് ഇപ്പോൾ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? എന്തുകൊണ്ട് ലോൺ തിരിച്ചടയ്ക്കാനുള്ള പൈസയില്ല? ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ഓവർ ഇൻവോയ്സും ഫേക്ക് പർച്ചേസുകളും 2 കാര്യങ്ങളൊക്കെ അമ്മയ്യപ്പനും മരുമോനും തമ്മിൽ പ്രശ്നമായി. ആ കമ്പനിയുടെ ചെയർമാനായിരുന്ന ശ്രീ നമ്പ്യാർ കൊണ്ട് മരുമോൻ്റെ പേര് കേസ് കൊടുത്തു. ഇതൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞാണ്. എന്നോടല്ലാതെ വേറെ ആരും ഇങ്ങോട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. അങ്ങനെ അവരുടെ യുദ്ധം കുറെ കാലം തുടർന്നു. BPL ഇരുന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലെത്തി. 2005 ആയപ്പോഴേക്കും ഈ BPLന്റെ ബിസിനസ്സൊക്കെ കുറഞ്ഞു. അത് മാത്രമല്ല, പുറത്തുനിന്നുള്ള കമ്പനികൾ അല്ലെങ്കിൽ റിലയൻസ് പോലുള്ള കമ്പനികൾ, വലിയ ജയൻസൊക്കെ ഈ മൊബൈൽ ബിസിനസ്സിലേക്ക് വന്നു തുടങ്ങി. 2005 BPL മൊബൈൽ എന്ന് പറയുന്ന സ്ഥാപനം വിൽക്കേണ്ടി വന്നു SR എന്ന് പറയുന്ന കമ്പനിക്ക്. SR ഗ്രൂപ്പിന് കൊടുത്തു. SR ഗ്രൂപ്പ് ഓൾറെഡി ഒരു ടൈപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹച്ചിസൺ മാക്സ് ടെലികോം ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, പുറത്തുനിന്നുള്ള കമ്പനിയാണ്. 4500 കോടിക്കാണ് BPL മൊബൈലും അതിൻ്റെ നെറ്റ്വർക്കും അതിൻ്റെ ലൈസൻസും എല്ലാം കൂടെ SRന് കൊടുത്തത്. ഈ സെയിൽ ഡീൽ നടക്കുന്നതിനെ കുറിച്ച് ചെയർമാനായ ശ്രീ നമ്പ്യാർക്ക് അറിവില്ലായിരുന്നു. എന്തായാലും ഈ സെയിൽ നടന്നു. ഈ പൈസ മുഴുവൻ വന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ്. നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അയാളുടെ ബ്രെയിൻ ഉപയോഗിച്ച് വളർത്തിയെടുത്ത വലിയൊരു കമ്പനിയുടെ ഒരു മേജർ പാർട്ട് ഈ മരുമകൻ ആരും അറിയാതെ വിറ്റിട്ട് ആ കാശ് മുഴുവൻ അയാളുടെ പോക്കറ്റിലാക്കി. അങ്ങനെയാണ് 40 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് ഈ വ്യക്തി ഒരു ബില്യണറായത്. ഇത്രയും കാശ് കൈ കിട്ടി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കുറെ കാലം ചുമ്മാ ഇരുന്നു, 5-6 മാസം. കാരണം പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ല. ഈ ഇന്റലിൽ സീനിയർ എഞ്ചിനീയർ ആണെന്നൊക്കെ സ്വയം ഉണ്ടാക്കിയ കഥയാണ്. എന്നിട്ടങ്ങ് തീരുമാനിച്ചു, ഇനി ഞാൻ ബിസിനസ്സിനില്ല, ഞാൻ എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ 2006 മുതൽ ഇദ്ദേഹം പൈസയൊക്കെ ഇൻവെസ്റ്റിംഗ് കമ്പനിക്ക് കൊടുത്തിട്ട് വീണ്ടും ചുമ്മാ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, പൊളിറ്റിക്സ് തുടങ്ങിയേക്കാം. കള്ളത്തരം കാണിക്കാനായിട്ട് കുറച്ച് കഴിവുണ്ട്. ഇനി അത് മാത്രമല്ലല്ലോ, BJPക്ക് ആ സമയത്ത് ആവശ്യം ഇതുപോലുള്ള കള്ളത്തരങ്ങൾ മാനിപ്പുലേഷൻസ് നടത്തുന്ന എക്സ്പെർട്സിനെയാണ്. ആ സമയത്താണ് ജനതാദളിലെ ശക്തനായ ദേവഗൌഡയും അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതും കുമാരസ്വാമി എന്ന് പറയുന്നയാൾ മുഖ്യമന്ത്രിയായതും ദേവഗൌഡയെ തൽക്കാലം മാറ്റിയിരുത്തിയതും. ദേവഗൌഡനെ കാണാൻ പോവാണ് വരുന്നത്. അപ്പോൾ ഇതാരാ ദേവഗൌഡ? ഞാൻ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് മീറ്റ് ചെയ്തിട്ട് വന്നോളൂ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വന്നോളൂ. ഞാൻ പോയി, അങ്ങനെ പോയി. അതൊരു ഫേറ്റ്. അവിടെ പോയി അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തപ്പോ ദേവഗൌഡ എന്റെ മുഖം നോക്കി പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇപ്പൊ മൊബൈലെല്ലാം വിറ്റ്. ഇപ്പൊ കേട്ടല്ലോ കാര്യം പറഞ്ഞത്. ദേവഗൌഡ ആരാന്ന് പോലും എനിക്കറിയില്ല. അതായത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ബാംഗ്ലൂർ ബേസ് ചെയ്ത് കോർപ്പറേറ്റ് ബിസിനസിന്റെ ഹെഡായിട്ടിരുന്ന ഒരാൾക്ക് ദേവഗൌഡ ആരാണെന്ന് അറിയില്ല. എന്നാൽ വേറെ ചില പൊളിറ്റീഷ്യൻസിനൊക്കെ അറിയുകയും ചെയ്യും. എത്ര മനോഹരമായ പച്ചക്കള്ളം. ദേവഗൌഡ ആരാണെന്ന് അറിയത്തില്ല. ഇദ്ദേഹം ദേവഗൌഡ ചെന്ന് കാണുന്നു, പൊളിറ്റിക്സ് ചേരുന്നോ എന്ന് ചോദിക്കുന്നു. ഈ ദേവഗൌഡയ്ക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പൊളിറ്റിക്സിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളെ പിടിച്ചിരുന്ന് പൊളിറ്റിക്സ് ചേരുന്നോ എന്ന് ചോദിക്കാനായിട്ട് ഇദ്ദേഹം ആരുമാണ്? ഇതൊക്കെ വേറെ കഥയാണ്. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പിന്നെ ഇദ്ദേഹം അഡ്വാനിജിയെ കാണാൻ പോകുന്നു. അവിടെ പോയി കഴിഞ്ഞിട്ട് ശരി രാജ്യസഭാ മെമ്പർ ആയിക്കോ എന്ന് പറയുന്നു. അങ്ങനെ 1, 2, 3 തവണ രാജ്യസഭാ മെമ്പറായി. ബില്യണറായില്ലേ. 14,500 കോടി കയ്യിലോട്ട് കിട്ടിയില്ലേ. അപ്പോൾ അതിനകത്തൊരു 150 കോടി അതിൻ്റെ അടുത്ത് ഒരു ഫ്ലൈറ്റൊക്കെ അങ്ങ് വാങ്ങിച്ചു. പിന്നെ കുറെ കാറുകൾ വാങ്ങിച്ചു. ആളങ്ങ് അടിച്ച് പൊളിച്ച് വീശി ബാംഗ്ലൂർ വഴി അങ്ങ് നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് എത്തി നടക്കുക. എന്തായാലും പുളിങ്കൊമ്പിൽ പിടിക്കാൻ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. 2019 ബാംഗ്ലൂരിൽ നിന്ന് കുറെ കോൺഗ്രസ് ജനതാദൾ MLA-മാരെ ഒരു 10 പേരെ ബോംബെക്ക് കൊണ്ടുപോയി മുക്കി. ഒരു ഫ്ലൈറ്റിൽ അവരെ കൊണ്ടുപോയത്. ആ ഫ്ലൈറ്റ് ഇയാളുടെ ആയിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ ഇങ്ങേരുടെ മാനിപ്പുലേഷനിലെയും ആ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നതിലെയും കാശ് കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ ഉള്ള ആ ഒരു കഴിവ്. എവിടെയെങ്കിലും കുരുട്ട് പരിപാടി ഉണ്ടോ അതിൽ എക്സ്പേർട്ടായിട്ടുള്ളവരെ BJPക്ക് ആവശ്യമുണ്ട്. അതിലൊരാളാണ് ഇദ്ദേഹം. ഇയാളുടെ ഈ കുരുട്ട് ചരിത്രം ഉണ്ടല്ലോ, ഇതെല്ലാവരും അറിയണം. തിരുവനന്തപുരത്തുള്ള എല്ലാവരും അറിയണം. മലയാളികൾ മൊത്തം അറിയണം. ഇയാൾക്ക് കഴിഞ്ഞ 3 വർഷമായിട്ടല്ലേ കേരളത്തിനോട് ഇത്ര സ്നേഹം തോന്നിയത്? ഞാൻ ചോദിച്ചു മേടിച്ച സീറ്റാണ്. ചോദിച്ചു മേടിച്ചൊന്നുമല്ല ഇത്. മറ്റുള്ളവരുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്, കുറെ കോൺഗ്രസ്സുകാരുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട്, കാശ് കൊടുത്ത് കുറെ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. 3 തവണയിൽ കൂടെ ഒക്കെ എങ്ങനെയാ രാജ്യസഭാ മെമ്പർ ആവുന്നത്? അതിനൊരു ലിമിറ്റൊക്കെ ഇല്ലേ? ആരായാലും ചോദിച്ചു പോയില്ലേ? അതുകൊണ്ട് ഇത്തവണ ലോക്സഭാ സീറ്റ് കൊടുത്തിരിക്കും. BJPയുടെ തീരുമാനം എന്താണ്? ഒന്നിൽ ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ കഴിവുണ്ട്, ഇയാൾ ജയിക്കും. അതല്ലെങ്കിലോ ഇയാൾ തോറ്റോളും, പിന്നെ സമാധാനമുണ്ട്, പറഞ്ഞുവിടാമല്ലോ. ഇത് യൂസ്ലെസ് ഫെലോ. ഇത് രണ്ടിൽ ഏതോ ഒരെണ്ണമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഇയാളുടെ വികലമാക്കപ്പെട്ട ചരിത്രം. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ എന്താണ്? കുറെ മാസങ്ങൾക്ക് മുമ്പ്
കേരള ഗവൺമെന്റ് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുത്തു. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖർ ആരാന്നൊക്കെ പല മലയാളികളും കേട്ടത് അല്ലെ കേൾക്കാൻ തുടങ്ങിയത്. അതുവരെ ഈ വ്യക്തിയെക്കുറിച്ച് കാര്യമായിട്ട് ആർക്കൊന്നും അറിയത്ത് പോലും ഇല്ല. ഇയാൾ ഒരു മലയാളിയാണെന്ന് പോലും ആർക്കും അറിയില്ല. കളമശ്ശേരിയിൽ ബോംബ് പൊട്ടി. മാർട്ടിൻ എന്ന് പറഞ്ഞ ആളാണ് ബോംബ് വെച്ചത്. പക്ഷെ മാർട്ടിൻ കുറെ മണിക്കൂറുകളെടുത്തു പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാനായിട്ട്. അതിനു മുമ്പേ ഈ മഹാൻകാരി അഭിപ്രായം പറഞ്ഞു, LDF കേരള ഗവൺമെന്റ് ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയത്തിൽ വലിയ അറിവൊന്നും ഇല്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഒരു പക്വതും ഇല്ലാത്തവരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് കാര്യമൊന്നും അറിയുന്നതിന് മുമ്പ് അങ്ങ് വെച്ച് കീറി കിടക്കട്ടെ, ഞാൻ ആദ്യം പറഞ്ഞെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. പക്ഷെ അത് ബൂമറാങ്ങായിട്ട് തല തിരിച്ചു വന്നു. അത് അങ്ങനെയല്ലെന്ന് 24 മണിക്കൂറിനകം തെളിഞ്ഞു. ഈ രാഷ്ട്രീയത്തിലെ വിവരക്കേടെ. ഈ ഇമ്പോർട്ട് ചെയ്ത സാധനം രാജീവ് ചന്ദ്രശേഖർ ഇദ്ദേഹം കഴിഞ്ഞ 3 മാസമായുള്ളൂ തിരുവനന്തപുരത്ത് ഒരു റെന്റൽ ഹൗസ് എടുത്തിട്ട്, വാടകയ്ക്ക് വീടെടുത്തിട്ട് MP ആകാൻ വന്നു. കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു, ഇതിന് മുമ്പത്തെ പാട്ടിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 3 വർഷമായിട്ട് കേരളത്തോട് എന്തോ ഒരു പൽപ്പിറ്റബിൾ ഫീലിംഗ് എന്തൊക്കെയോ വന്നത്. ഇപ്പൊ പറയാം 3 മാസമായല്ലോ ഇവിടെ വന്നിട്ട്, അതും റെന്റൽ ഹൗസ്. സ്വന്തമായിട്ടൊരു വീട് മേടിക്കാൻ പോലും അങ്ങേർക്ക് താല്പര്യമില്ല. കാരണം ജയിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. തോറ്റു കഴിഞ്ഞാൽ സ്ഥലം വിടാമല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു പഴയ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അൽഫോൺസ് കണ്ണന്താനം. ഇതുപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് മന്ത്രിയാക്കി. ഇതൊക്കെ ഈ അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സുഖമുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ അവര് പെട്ടിയും പടമൊക്കെ മടക്കി വേറെ എവിടെയൊക്കെ പോകും, അടുത്ത പണിക്ക് പോകും. ഇലക്ഷൻ ഒന്ന് തോറ്റു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ അൽഫോൺസ് കണ്ണന്താനം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയും കൂടെ കണ്ടിട്ടുണ്ടോ? അല്ല, ഈ തവണത്തെ ഇലക്ഷൻ എന്തെങ്കിലും പ്രചരണത്തിന് വരുന്നുണ്ടോ? എന്ത് ഏരോ പോയി ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇയാൾ. ജയിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തൽക്കാലം വാടക വീട്ടിലൊക്കെ താമസിക്കുക. ആ തോറ്റാ പെട്ടെന്ന് വെക്കേറ്റ് ചെയ്ത് സ്ഥലം വിടാമല്ലോ, അടുത്ത പരിപാടിക്ക് പോകാമല്ലോ, അടുത്ത ഉടായി പോയിട്ട് പോകാമല്ലോ. മൊത്തത്തിൽ ഇപ്പം 3 തവണ MP ആയി. ഏത് രാജ്യസഭ MP. ആദ്യത്തെ 2 തവണയും സ്വതന്ത്രനായിരുന്നു. 3ാമത്തെ തവണ BJPയുടെ റെപ്രസെൻറ്റേറ്റീവായി. ഈ 3ാമത്തെ ടൈമിൽ മന്ത്രിയുമായി. ആദ്യത്തെ 2 ടൈമിലും MP ലാഡ് ഫണ്ട്, MP ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട്. ഇയാൾ എന്തുമാത്രം എത്ര യൂസ് ചെയ്തു? എന്തെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഗവൺമെന്റ് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. ഒന്നിനും അക്കൗണ്ട് ഇല്ല, ഓഡിറ്റ് ചെയ്തിട്ടില്ല. ഓരോ വർഷവും 6 കോടി രൂപ വീതം ഇവർക്ക് കിട്ടുന്നതാണ് MP മാർക്ക് അവനവൻ്റെ മണ്ഡലത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കഴിഞ്ഞ 3 വർഷത്തെ ചരിത്രം മാത്രം എടുത്താൽ 22 കോടി അലവൻസ് ഉണ്ടായിരുന്നു. അതിലാകെ 10 കോടിയുടെ പ്രോജക്റ്റ് ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ 10 കോടിയിൽ തന്നെ 8 കോടിയുടെ മറ്റും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു MP ആയിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് അവനവൻ്റെ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോലും ഇയാളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. എനിക്ക് സമയവുമില്ല. ഇങ്ങനെ ഒരാളെ പിടിച്ച് എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൽ, ഈ പാർട്ടിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരെ കൊണ്ടൊക്കെ വേറെ ചില കാര്യങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ കാലുവലിക്കുക, കാശ് കൊടുക്കുക, ഗവൺമെന്റിനെ മറിക്കുക, ഇങ്ങനെയുള്ള കുരുട്ട് എക്സ്പേർട്ടാണ്. ഇയാൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടോ എന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് തിരുവനന്തപുരംകാരോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഈ 3 വർഷമായിട്ട് പാൽപെറ്റബിൾ ഫീലിംഗ് ഉള്ള ഈ മനുഷ്യനുണ്ടല്ലോ, അതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു ഇയാൾ അപരിചിതനാണെന്ന് പറഞ്ഞു. ഞാനത് ചോദിച്ചോട്ടെ, 2018 ഫ്ലഡിൽ ഇയാളോട് എങ്ങനെ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഇങ്ങനെ ഒരു പേരിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? മന്ത്രിയല്ലായിരുന്നു, അല്ലെങ്കിൽ തന്നെ ഈ മലയാളിയാണ്, എനിക്ക് മലയാളി റൂട്ട് ഉണ്ട്, എനിക്ക് ബ്രാഞ്ച് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഈ മലയാളി 2018 ഫ്ലഡിന്റെ സമയത്ത് ഇവിടെ വരികയോ ഈ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ, ഒരു അഭിപ്രായം പറയുകയോ എന്തെങ്കിലും ചെയ്തു? അല്ലെ മോഡിയോട് പറഞ്ഞിട്ട്, സാറേ ഞാൻ കേരളത്തിൽ പോവാ, എനിക്ക് അവിടെ കുറച്ച് പ്രവർത്തിക്കണം, എനിക്ക് കുറച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തണം, എന്തെങ്കിലും ചെയ്തോ? അടുത്തത് 2021 ഇലക്ഷൻ ഉണ്ടായല്ലോ, നിയമസഭാ ഇലക്ഷൻ. അപ്പോൾ എവിടെയായിരുന്നു? BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ ഇങ്ങോട്ട് വന്നോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. ഇദ്ദേഹത്തിനെ വീണ്ടും വാഴ്ത്തുന്നുണ്ടല്ലോ. മൊബൈൽ കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന, അല്ലെ മൊബൈൽ ഉപജ്ഞാതാവ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഇയാൾ ആരായിരുന്നു? ഹി വാസ് ജസ്റ്റ് എ വെണ്ടർ. അതായത് കേരളത്തിലെ 3 സർവീസ് പ്രൊവൈഡർമാരിൽ ഒരാളായിരുന്നു, ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു ഇയാൾ. അത് കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്റ്റേറ്റുകളിലും, എല്ലാ മേജർ സ്റ്റേറ്റുകളിലും മൊബൈൽ നെറ്റ്വർക്ക് വന്നു. ആ കൂട്ടത്തിൽ കേരളത്തിലും വന്നു. അതിലൊരു സർവീസ് പ്രൊവൈഡർ ആയിരുന്നു. അല്ലാതെ ഇയാളെ കയറിയിട്ട് ഇന്ത്യൻ മൊബൈൽ ലോകത്തിന്റെ പിതാവെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പച്ചക്കള്ളം.